എയർപോർട്ടിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? ഡിഗ്രി കഴിഞ്ഞവർക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയൊരു തൊഴിലവസരവുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പ്രമുഖ വിമാന കമ്പനിയായ ഇൻഡിഗോ എയർപോർട്ട് ഓപ്പറേഷൻസ് വിഭാഗത്തിലേക്ക് വൻതോതിൽ ആളുകളെ ക്ഷണിക്കുന്നു. കൊച്ചി ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള വിവിധ എയർപോർട്ടുകളിലേക്ക് അപേക്ഷിക്കാം. യാതൊരുവിധ പരിചയ സമ്പത്തും ഇല്ലാത്ത ഫ്രഷേഴ്സിനും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപേക്ഷിക്കേണ്ട വിധം, യോഗ്യതകൾ, സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം ഈ വീഡിയോയിലൂടെ പൂർണ്ണമായി അറിയാം. വീഡിയോ മുഴുവനായി കാണുക. പ്രധാനമായും 3 വ്യത്യസ്ത തസ്തികകളിലേക്കാണ് ഇൻഡിഗോ നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1. ടെർമിനൽ സർവീസ്, 2. സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ്, 3. റാമ്പ് ഓപ്പറേഷൻ. ആദ്യം തന്നെ ടെർമിനൽ സർവീസ് എന്താണെന്ന് നോക്കാം. എയർപോർട്ട് ടെർമിനലിനുള്ളിൽ യാത്രക്കാരെ സഹായിക്കുക, ചെക്ക് ഇൻ പ്രക്രിയകൾ പൂർത്തിയാക്കുക, ബോർഡിംഗ് പാസ് നൽകുക, ലഗേജ് ഹാൻഡിലിംഗ് സഹായിക്കുക എന്നിവയാണ് പ്രധാന ചുമതലകൾ. രണ്ടാമത്തത് വരുന്നത് സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് ആണ്. എയർപോർട്ടിലെയും വിമാനത്തിലെയും സുരക്ഷാ പരിശോധന ഉറപ്പുവരുത്തുക, വിമാനത്തിലേക്ക് കയറ്റുന്ന ലഗേജുകളുടെ പരിശോധന നടത്തുക തുടങ്ങിയവയാണ് സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ജോലി. മൂന്നാമതായി വരുന്നത് റാമ്പ് ഓപ്പറേഷൻ ആണ്. ഗ്രൗണ്ടിൽ വിമാനങ്ങളുടെ സുരക്ഷിതമായ ലാൻഡിംഗ്, ടേക്ക് ഓഫ് പ്രക്രിയകൾ ഏകോപിപ്പിക്കുക, ലഗേജുകൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുക, വിമാനത്തിന്റെ ഇന്ധനം നിർജ്ജലീകരണം ചെയ്യുക, ചെക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക എന്നതാണ് റാമ്പ് ടീമിന്റെ ചുമതല. ഇനിയും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട അടിസ്ഥാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വിദ്യാഭ്യാസ യോഗ്യത. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി പൂർത്തിയായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ എന്നിവയിൽ മികച്ച ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് എയർപോർട്ട് ജോലി ആയതിനാൽ റൊട്ടേഷണൽ ഷിഫ്റ്റ്, ഡേ ആൻഡ് നൈറ്റ് ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. യൂണിഫോം ധരിക്കുമ്പോൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള വിസിബിൾ ടാറ്റുകൾ ശരീരത്തിൽ ഉണ്ടാകരുത് എന്നത് നിർബന്ധമാണ്. അഞ്ചാമതായി പറയുന്നത് നല്ല ശരീരഭാഷയും ഉപഭോക്താക്കളോട് സൗമ്യമായി പെരുമാറാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഓൺലൈനായി അപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ കയ്യിൽ താഴെ പറയുന്ന രേഖകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഒന്നാമതായി പറയുന്നത് അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം, അതായത് CV. 2. 10ാം ക്ലാസ്, +2, ഗ്രാജുവേഷൻ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. 3. ആധാർ കാർഡും പാൻ കാർഡും. 4. പാസ്പോർട്ട്. നിലവിൽ പാസ്പോർട്ട് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഇല്ലെങ്കിൽ അപേക്ഷിച്ചതിൻ്റെ രസീതോ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റോ കരുതാം. അഞ്ചാമതായി പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ. ഇനിയും ഇതെങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ഡയറക്റ്റ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത കമന്റിലും നൽകിയിട്ടുണ്ട്. ആദ്യം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അൺസ്റ്റോപ്പ് പോർട്ടലിലെ അപേക്ഷാ പേജിലെത്തുന്നു. അവിടെ നൽകിയിരിക്കുന്ന അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പറോ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, യോഗ്യത, വിലാസം തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി നൽകുക. അതിനുശേഷം നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അപ്ലോഡ് ചെയ്ത് ഫോം സമർപ്പിക്കുക. എയർപോർട്ട് മേഖലയിൽ കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇത് മികച്ചൊരു അവസരമാണ്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റായി ചോദിക്കാവുന്നതാണ്. തൊഴിൽ വാർത്തകളും കരിയർ ഗൈഡൻസുകളും ദിവസവും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങളുടെ ഡിഗ്രി പഠിച്ച സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉടൻ തന്നെ ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.